ആശ്രമത്തിൽ വെച്ച് ബലാത്സംഗം ചെയ്ത കേസിൽ 20 വർഷം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ദേര സച്ച സൗദ തലവൻ ഗുർമിത് റഹീം സിംഗ് താൽക്കാലിക പരോൾ ആവശ്യവുമായി രംഗത്ത്. ഒക്ടോബർ 5-ന് ഹരിയാന നിയമസഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിട്ടാണ് 20 ദിവസത്തെ താൽക്കാലിക പരോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹരിയാന സർക്കാർ അദ്ദേഹത്തിന്റെ പരോൾ അപേക്ഷ സംസ്ഥാന ചീഫ് ഇലക്ടറൽ ഓഫീസറുടെ പരിഗണനയ്ക്ക് അയച്ചതായി വൃത്തങ്ങൾ അറിയിച്ചു. എന്നാൽ മോചനത്തിന് മുന്നോട്ട് വയ്ക്കുന്ന കാരണങ്ങൾ അറിയിക്കാൻ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. 56-കാരനായ സ്വയം പ്രഖ്യാപിത ആൾദൈവം ഓഗസ്റ്റ് 13-ന് 21 ദിവസത്തെ അവധിക്ക് ശേഷം സെപ്റ്റംബർ 2-ന് റോഹ്തക്കിലെ സുനാരിയ ജയിലിലേക്ക് മടങ്ങി. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കാര്യമായ അനുയായികളുള്ള റാം റഹീമിന് അസുഖബാധിതയായ അമ്മയെ സന്ദർശിക്കുന്നതുൾപ്പെടെ വിവിധ കാരണങ്ങളാൽ 8 തവണ ഫർലോ അനുവദിച്ചു. സംസ്ഥാന നിയമങ്ങൾ അനുസരിച്ച് ശിക്ഷയുടെ ഒരു നിശ്ചിത ഭാഗം പൂർത്തിയാക്കിയ ശേഷം ഒരു തടവുകാരന്റെ ഹ്രസ്വമായ മോചനമാണ് ഫർലോ. അടുത്തിടെ ദേര മേധാവിക്ക് ആവർത്തിച്ചുള്ള പരോളുകളും ഫർലോകളും അനുവദിച്ച വിഷയം പഞ്ചാബ്, ഹരിയാന ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ശിരോമണി ഗുരുദ്വാര പ്രബന്ധ കമ്മിറ്റി സമർപ്പിച്ച ഹർജി തള്ളിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചു. സ്വേച്ഛാധിപത്യമോ പ്രീണനമോ ഇല്ലാതെ അത് യോഗ്യതയുള്ള അതോറിറ്റി പരിഗണിക്കണമെന്ന്. തൻ്റെ 2 ശിഷ്യരെ ബലാത്സംഗം ചെയ്തതിന് 2017 ശിക്ഷിക്കപ്പെട്ട റഹീം ഇപ്പോൾ ഹരിയാനയിലെ റോഹ്തക് ജില്ലയിൽ സുനാരിയ ജയിലിൽ തടവിലാണ്. ഹരിയാനയിൽ ഒക്ടോബർ 5-ന് വോട്ടെടുപ്പ് നടക്കും. ഹരിയാനയിലെയും ജമ്മു കശ്മീരിലെയും ഫലം ഒക്ടോബർ 8-ന് പ്രഖ്യാപിക്കും. ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം.